അദ്ദേഹത്തിന് ചെറിയൊരു മകളുണ്ട്. 7 മാസം മാത്രമേ പ്രായമുള്ളൂ. ഞാൻ അവരെയും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരൻ്റെ മുമ്പിലൊന്ന് കണ്ട് പൊട്ടി കരയാണ്. എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ, എൻ്റെ പ്രായക്കാർ ഡയാലിസ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ റോട്ടിലിട്ടിട്ട് എനിക്ക് പോകാൻ യാതൊരുവിധ താല്പര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒയൂർ പഞ്ചായത്തിലെ ഓമച്ചപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ ഉള്ളത് അബ്ബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഇരുവൃക്കകളും തകരാറിലായിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തിന് ചെറിയൊരു മകളുണ്ട്. 7 മാസം മാത്രമേ പ്രായമുള്ളൂ. ഞാൻ അവരെയും കൂടി നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഹോദരൻ്റെ മുമ്പിലൊന്ന് കണ്ട് പൊട്ടി കരയാണ്. ഞാനേതായാലും ഇങ്ങനെയായി, എൻ്റെ മകളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തണോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. ഇദ്ദേഹത്തിൻ്റെ ചികിത്സക്ക് 25 ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഇദ്ദേഹം 4 മക്കളുടെ ഉപ്പയാണ്. ഞാനിങ്ങനെ ആലോചിച്ച് പോവാണ്, ഇദ്ദേഹത്തിൻ്റെ ചെറിയ മകൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഉപ്പ എന്ന് വിളിക്കാൻ ഒരാളില്ലാതെയാവുകയാണെങ്കിൽ എന്തായിരിക്കും ആ കുഞ്ഞിൻ്റെ അവസ്ഥ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സ്വതക്ക ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവന ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള QR കോഡിലോ അതുമല്ലെങ്കിൽ ഈ അക്കൗണ്ട് നമ്പറിലോ നിങ്ങൾ അയക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഗൂഗിൾ പേയും അതുപോലെ തന്നെ ഫോൺ പേ ഒക്കെ കുറച്ച് ട്രാൻസാക്ഷൻ ആകുമ്പോഴേക്കും അത് പെട്ടെന്ന് കട്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്ത സ്കാനറിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. 4 വർഷത്തിന് മേലായി എനിക്ക് കിഡ്നി പേഷ്യൻ്റായിട്ട്. 3.5 വർഷം 4 വർഷങ്ങളായി ഇപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വാടക വീട്ടിലാണ് താമസം. എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ, എൻ്റെ പ്രായക്കാർ ഡയാലിസ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ റോട്ടിലിട്ടിട്ട് എനിക്ക് പോകാൻ യാതൊരുവിധ താല്പര്യമില്ല. എൻ്റെ മക്കളെ വിചാരിച്ച് നിങ്ങളെല്ലാവരും പരമാവധി എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കും. പിന്നെ ഇദ്ദേഹം ഇത്രയും രോഗിയായിട്ടും തൻ്റെ രോഗത്തെ വകവെക്കാതെ തൻ്റെ മക്കളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം താൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ആ വാടകയും കൊടുക്കണം, തൻ്റെ മക്കളുടെ ചെലവും നോക്കണം. ഇങ്ങനെ വലിയൊരു പ്രയാസത്തിലാണ്. അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കണേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.